Welcome back to Learnino. Happy New Year. So 2025 ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് രണ്ട് മെയിൻ എക്സാമിന് നോട്ടിഫിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചറർ പോസ്റ്റിലേക്കുള്ളതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. സോ ഈ രണ്ട് പോസ്റ്റുകളുമാണ് നമുക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Okay, so category number 578/2024 Public Work Department Electronics Wing Engineering Assistant Electronics അല്ലെങ്കിൽ Overseer Grade 1 Electronics post ആണ്. Scale of pay 37,400 to 79,000 ആണ്. നല്ല scale of pay വരുന്ന ഒരു പോസ്റ്റ് ആണ്. Vacancies anticipated vacancies എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് vacancies expect ചെയ്യാം. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജാനുവരി 29th ആണ്. സോ നമുക്ക് എലിജിബിലിറ്റിയും അതേപോലെ തന്നെ ഏജ് ബാർ ഒക്കെ നമുക്ക് നോക്കാം. എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ കോഴ്സും അവൈലബിൾ ആണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ പറയാം. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മളുടെ ആപ്പിൽ നമ്മൾ കോഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിലാണ് നമ്മളിപ്പം കൊടുക്കുന്നത്. 5,999 എന്നുള്ള ഒരു പ്രൈസിൽ ഒപ്പം നമുക്ക് ഫ്രീ ബുക്ക് ബണ്ടിലും നമ്മൾ ഈ ഒരു കോഴ്സിന്റെ കൂടെ കൊടുക്കുന്നത്. നമ്മൾ പോളിടെക്നിക് ലെക്ചറർ കോഴ്സ് എടുക്കുന്നവർക്കും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് കോഴ്സ് എടുക്കുന്നവർക്കും നമ്മൾ ബുക്ക് ബണ്ടിൽ, അതായത് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ MCQ ബുക്ക് ബണ്ടിൽ 4 വോളിയത്തിൽ വരുന്നത്, 3 വോളിയത്തിലായിട്ട് നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സബ്ജക്ട്സ് ഡിഗ്രി ലെവൽ ഡിപ്ലോമ ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 ബുക്കും, ഒരു ബുക്ക് എന്ന് പറയുന്നത് റീസെന്റ് ആയി നടന്നിട്ടുള്ള PSC പരീക്ഷകളുടെ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷകളുടെ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അങ്ങനെ 4 ബുക്ക് 1,530 rupees വരുന്ന ആ ഒരു ബുക്ക് ബണ്ടിലും കൂടെ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്തു തരും കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ്. നമ്മളെ കോഴ്സിൽ നിങ്ങൾക്ക് ലെക്ചേഴ്സ്, MCQs, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഗെയിൻ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. യെസ്, സോ ഇതിനകത്ത് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 19 to 36 ആണ് കേട്ടോ. 1988 to 1988 to 2005 വരെയുള്ളവരാണ് എലിജിബിൾ. റിലാക്സേഷൻ വരുന്ന കാൻഡിഡേറ്റ്സിന് അതിനനുസരിച്ച് ഏജ് റിലാക്സേഷനും അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. Minimum general education qualification of SSLC, state or its equivalent, and any one of the following technical qualification ആണ്. അതിൽ ഡിപ്ലോമ ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആഫ്റ്റർ 3 years study in a recognized technical school, preferably with wireless telegraphy or radio engineering forming part of the course of study. ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റിലേക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ കൃത്യമായി നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടനുസരിച്ച് ഡിപ്ലോമ ഇൻ റേഡിയോ എഞ്ചിനീയറിംഗ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതിൽ 3 year കോഴ്സ് ആയിരിക്കണം. അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഇതിലുള്ള സബ്ജക്ട് ഏതെങ്കിലും അവരുടെ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ വരണം. ദെൻ ഇൻഡസ്ട്രിയൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ഇൻ റേഡിയോ സർവീസിംഗ് and maintenance issued by the Director of Industries and Commerce, Madras, or any other equivalent qualification. Diploma in radio servicing and maintenance of Sri J. Ramachandra Occupational Institute, Bangalore, or any other equivalent qualification. Then pass in the final or intermediate grade examination in radio engineering or allied subjects of the City and Gulf Institute, London, and 5-year experience in radio servicing institute or firm of repute approved by government. Certificate in electrical engineering from a recognized school and 3-year experience in radio servicing from a firm of repute approved by government. Diploma in electronics 3-year course awarded by the Department of Technical Education. See, ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതിലൊരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ സബ്ജക്റ്റിന്റെ. ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സുകാർക്ക് ഈ 7ാമത്തെ ആണ് ആ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ട്. അപ്പോൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് പറ്റുമോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം അത് എടുത്ത് പറയുന്നത്.
കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ട് 3 ഇയർ കോഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് എല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഈ പറഞ്ഞ സബ്ജക്ട്സിന്റെ ഒരു പ്രിഫറൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവരും എലിജിബിൾ ആണ്. അപ്പൊ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ളവർ മാത്രം അതിനെക്കുറിച്ച് നോക്കിയാൽ മതി. എക്സ്പീരിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ മാത്രം അതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു നോട്ട് എന്ന് പറയുന്നത് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ഡിപ്ലോമ ഹോൾഡേഴ്സ് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹയർ ക്വാളിഫിക്കേഷനുകാർക്കാണ് പിന്നെ ഡൗട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ അഡീഷൻ ടു ദ ക്വാളിഫിക്കേഷൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ നോട്ടിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻസ് റെക്കഗ്നൈസ്ഡ് ബൈ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് അല്ലെങ്കിൽ പ്രത്യേക ജിയോയിൽ വരുന്നവർ ഗവൺമെന്റ് ഓർഡേഴ്സിനനുസരിച്ച് നമുക്ക് ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതിനനുസരിച്ചിട്ടായിരിക്കും പരിഗണിക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് അതിന് ഇക്വാലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡേഴ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി എന്നുള്ള രീതിക്കാണ് നമുക്കൊരു നോട്ടും കൂടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എടുത്തു പറയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ അതിന്റെ ഒരു ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഫിൽ ചെയ്ത് അതും കൂടെ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നിങ്ങൾ പ്രൊഫൈൽ നോക്കുക, ചെക്ക് ചെയ്യുക. എലിജിബിൾ ആയിട്ടുള്ളവരെല്ലാം തന്നെ ഡേറ്റിന് മുന്നേ അപ്ലൈ ചെയ്യുക. ഇതിന്റെ സ്പെഷ്യൽ കോഴ്സ് നമ്മൾ ലെർണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ താഴത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കെല്ലാം പ്രീമിയം കോഴ്സസ്, എക്സാമുകൾക്കെല്ലാം പ്രീമിയം കോഴ്സുകൾ നമ്മൾ ലെർണിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മുൻ വർഷങ്ങളിൽ നമ്മൾ ട്രേഡ്സ്മാൻ, ഡെമോൺസ്ട്രേറ്റർ, ജൂനിയർ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ കോഴ്സുകൾക്കെല്ലാം നമ്മൾ എങ്ങനെയാണോ ആ കോഴ്സുകളൊക്കെ ചെയ്തിരുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് തന്നെയായിരിക്കും ഈ ഒരു എക്സാമിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ ബാക്കി സിലബസ് ഡിസ്കഷൻ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.